ജപ്പാനിലെ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദിവസം മനോഹരമാക്കും. ഒന്നാമതായി, കട്ടിയുള്ള പാൽ നുരയെ ഉപയോഗിച്ച് സങ്കീർണമായ 3D ലാറ്റ് ആർട്ട് സൃഷ്ടിക്കുന്നതിന് പല പ്രാദേശിക കഫേകളും പ്രശസ്തമാണ്. കലാകാരൻ വിദഗ്ധമായി കൊത്തിയെടുത്തതും വിശദമായ ചോക്ലേറ്റ് സിറപ്പ് ഡ്രോയിങ്ങുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നതുമായ ഇഷ്ടാനുസൃത ഡിസൈനുകൾ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. അടുത്തതായി, ടോയ് സ്റ്റോറിയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മനോഹരമായ പച്ച ഏലിയൻ മോച്ചി ബോളുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ ട്രീറ്റുകൾ അവിശ്വസനീയമാംവിധം വലിച്ചു നീട്ടുന്നതും ഏതൊരു ലഘുഭക്ഷണ പ്രേമിയും പരീക്ഷിച്ചു നോക്കേണ്ടതുമായ രസകരമായ ഒരു ചവിക്കുന്ന ഘടന വാഗ്ദാനം ചെയ്യുന്നതുമാണ്. അടുത്തതായി, മുകളിൽ ചൂടുള്ള ചോക്ലേറ്റ് ഒഴിച്ച് ഉരുക്കിയ സോളിഡ് ചോക്ലേറ്റ് ഉപരിതലമാണ് ഈ സംവേദനാത്മക മധുരപലഹാരത്തിലുള്ളത്. ഷെൽ അപ്രത്യക്ഷമാകുമ്പോൾ തൃപ്തികരമായ അനുഭവത്തിനായി ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന മാച്ച ട്രീറ്റ് അത് കണ്ടെത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അടുത്തതായി, മാരിയോയും ലൂയിഗിയും പ്രചോദനം ഉൾക്കൊണ്ട് ക്രിയേറ്റീവ് പാൻകേക്കുകൾ ഒരു തീം റെസ്റ്റോറന്റ് വിളമ്പുന്നു. പാചകക്കാർ മാവ് ഐഗണിക് തൊപ്പി ആകൃതിയിൽ തയ്യാറാക്കുകയും പുതിയ സീസണൽ പഴങ്ങളും വിപ്പ് ക്രീമും കൊണ്ട് നിറക്കുകയും ചെയ്യുന്നു. അടുത്തതായി, പ്രായമായ ഒരു ദമ്പതികൾ നടത്തുന്ന ഈ മനോഹരമായ പ്രഭാത ഭക്ഷണ കട തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. അവർ ഓരോ അതിഥിക്കും ഹൃദ്യമായ ഒരു പൂർണ്ണ ഭക്ഷണം തയ്യാറാക്കുന്നു. പുതിയ കോഫിയും സിഗ്നേച്ചർ ഫ്ലഫി പാൻകേക്കുകളും ഉണ്ട്. അടുത്തതായി, മൃദുവായ മോച്ചി പുതപ്പിൽ പൊതിഞ്ഞ ഒരു മിനി കസ്റ്റാർഡ് പുഡിംഗ് അടങ്ങിയ പുഡിംഗ് മോച്ചി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം. ഇത് ഓരോ കടിയിലും ക്രീമി പുഡിംഗും ചവയ്ക്കുന്ന റൈസ് കേക്കും ഒരു മികച്ച സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. അവസാനമായി, ജപ്പാന്റെ പ്രിയപ്പെട്ട ഒരു പ്രധാന വിഭവമാണ് മച്ചയിൽ കുതിർത്ത ബ്രെഡ്. ഫ്ലഫി ബ്രെഡ് റിച്ച് മച്ചയിൽ മുക്കി അതിനു മുകളിൽ തണുത്ത ഐസ്ക്രീമും ചോക്ലേറ്റ് സോസും ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. നിങ്ങളുടെ രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ജപ്പാനിലെ മധുര പലഹാരങ്ങൾ. ഒന്നാമതായി, കഴിക്കാൻ വളരെ ഭംഗിയുള്ളതായി തോന്നുന്ന മനോഹരമായ കരടി ചിപ്മങ്ക് പാൻകേക്കുകളെ ഈ കടയിൽ വിളമ്പുന്നു. ഫ്ലഫി ബാറ്റർ ഉപയോഗിച്ച് അവ തയ്യാറാക്കിയതും റിച്ച് ഹാസൽഡ് ഐസ്ക്രീമുമായി ജോഡിയാക്കി ഒരു മികച്ച സംയോജനമാണ്. അടുത്തതായി, വൺ പീസിലെ ഇതിഹാസ ഡേവിൾ ഫ്രൂട്ട്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചടുലമായ പഴങ്ങളും മധുരമുള്ള സോസുകളും നിറഞ്ഞ അവിശ്വസനീയമായ പാർഫെറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അടുത്തതായി, അതിശയകരമായ ചടുലമായ പാളികൾ ഉൾക്കൊള്ളുന്ന ആകർഷകമായ റെയിൻബോ ക്രോസന്റുകൾ ജപ്പാൻ വാഗ്ദാനം ചെയ്യുന്നു. നിറമുള്ള മാവ് അടുക്കി വെച്ച ശേഷം അവയെ ക്രിസ്പിയായി ബേക്ക് ചെയ്ത് മധ്യഭാഗത്ത് വെൽവെറ്റ് ക്രീം നിറച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അടുത്തതായി, ഒരു ക്ലാസിക് മരം പൗണ്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഈ മുത്തച്ഛൻ തയ്യാറാക്കിയ പരമ്പരാഗത മോച്ചി നിങ്ങൾ പരീക്ഷിക്കണം. പുതുതായി പൊടിച്ച അരിയെ സ്നേഹം നിറഞ്ഞ മൃദുവായ കടി വലുപ്പത്തിലുള്ള ബോളുകളാക്കി അദ്ദേഹം ശ്രദ്ധാപൂർവ്വം രൂപപ്പെടുത്തുന്നു. അടുത്തതായി, പഴപ്രേമികൾക്ക് ഒരു സ്വപ്നമായ ഒരു വലിയ സ്ട്രോബെറി കേക്കാണ് ജപ്പാനിലുള്ളത്. ഇത് പുതിയ സ്ട്രോബെറി കൊണ്ട് പാക്ക് ചെയ്തിരിക്കുന്നു. കട്ടിയുള്ള ഒരു കോഡ് വിപ്പ് ക്രീമും മനോഹരമായ ബെറി ക്രമീകരണവും കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്തതായി, ഈ ഷോപ്പ് ഒരു അതുല്യമായ ഡീപ് ഫ്രൈഡ് സ്വീറ്റ് ഹോട്ട് ഡോഗ് സൃഷ്ടിക്കുന്നു. സ്വർണ്ണബൺ വർണ്ണാഭമായ സ്പ്രിങ്കിളുകളിൽ പൊതിഞ്ഞ് ഒരു ഡീക്കഡൻ ട്രീറ്റിനായി ധാരാളം മധുരമുള്ള ക്രീം നിറച്ചിരിക്കുന്നു. അവസാനമായി, ഈ സ്പെഷ്യാലിറ്റി പാർഫൈറ്റ് ഒരു ഫയർ ടോസ്റ്റഡ് ഫിനിഷ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സവിശേഷ ട്വിസ്റ്റ് നൽകുന്നു. ഗ്ലാസിൽ ക്രീമും സ്ട്രോബെറിയും പാളികളായി നിരത്തിയിരിക്കുന്നു. തുടർന്ന് പഞ്ചസാരയുടെ ഒരു പാളി ചൂടാക്കി അമർത്തി ഒരു ക്രഞ്ചി ക്രീം ബ്ലൂലി സീൽ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. ജപ്പാനിലെ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നു. ആദ്യം, ഉദാരമായി റിച്ച് ക്രീം നിറച്ച ഡീക്കഡന്റ് ഡീപ് ഫ്രൈഡ് ബ്രെഡ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പാചകക്കാർ ഗോൾഡൻ ഫ്രൈഡ് മാവ് എടുത്ത് വെൽവെറ്റ് സെന്ററുകളും വിവിധ ടോപ്പിംഗുകളും ഉപയോഗിച്ച് ഒരു അത്ഭുതകരമായ ട്രീറ്റിനായി നിറയ്ക്കുന്നു. അടുത്തതായി, ജപ്പാൻ മിസ്റ്ററി ബ്ലോക്ക് കേക്കുകളും ഗെയിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട രുചികരമായ മഷ്റൂം സൂപ്പുകളും ഉൾക്കൊള്ളുന്ന ഒരു മുഴുവൻ മാരിയോ തീം മീൽ വാഗ്ദാനം ചെയ്യുന്നു. അടുത്തതായി, ഈ അതുല്യമായ ജെല്ലി മുട്ട അതിശയകരമാംവിധം ചവയ്ക്കുന്ന ഘടനയുള്ള ഒരു ആകർഷകമായ പാചക സൃഷ്ടിയാണ്. മുട്ടകൾ അവിശ്വസനീയമാംവിധം നീട്ടുന്നതും ഇടതൂർന്നതുമാകുന്നതുവരെ ചൂടുള്ള നടത്തത്തിൽ നിരന്തരം അടിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അടുത്തതായി, മധുരത്തിന്റെ നിരവധി പാളികൾ സംയോജിപ്പിക്കുന്ന ജപ്പാനിലെ മാർഷ്മാലോ ഐസ്ക്രീം നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം. ഒരു കപ്പിൽ പ്രീമിയം ഐസ്ക്രീമും വിപ്പ് ക്രീമും നിറക്കുകയും അതിനു മുകളിൽ ഒരു സൂപ്പർ ജിഗ്ലി ഓവർസൈസ്ഡ് മാർഷ്മാലോ ചേർക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അടുത്തതായി, ഒരു സ്പെഷ്യാലിറ്റി കഫേയിൽ ഒരു പരമ്പരാഗത മച്ച ലാറ്റെ ഒരു സിഗ്നേച്ചർ കലാപരമായ ട്വിസ്റ്റോടെ വിളമ്പുന്നു. ഒരു വൈദഗ്ധ്യമുള്ള ബാരിസ്റ്റ ഒരു പെർഫെക്റ്റ് പാനീയത്തിനായി ഊർജ്ജസ്വലമായ പച്ച മച്ചയോടുകൂടിയ അതിലോലമായ പാവ് പ്രിന്റ് ഡിസൈൻ പകരുന്നു. അടുത്തതായി, മൾട്ടിലെയർഡ് ഫ്ലേവർ അനുഭവം വാഗ്ദാനം ചെയ്യുന്ന രുചികരമായ സ്ട്രോബെറി ചോക്ലേറ്റ് മോച്ചി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഒരു മികച്ച സംയോജനത്തിനായി ഒരു പുതിയ സ്ട്രോബെറി സമ്പന്നമായ ചോക്ലേറ്റിന്റെയും വാനില മോച്ചിയുടെയും പാളികളിൽ പൊതിഞ്ഞാണ് ഇത് നിർമ്മിക്കുന്നത്. അവസാനമായി, ടോക്കിയോയിലെ റെസ്റ്റോറന്റുകൾ നാടകീയമായ ഒരു ടേബിൾ സൈഡ് ഫിനിഷുള്ള ഒരു പ്രത്യേക ക്രീം ബ്രൂലി വിളമ്പുന്നു. അവർ നിങ്ങളുടെ പുഡിംഗിലേക്ക് നേരിട്ട് തിളപ്പിച്ച ഉരുകിയ പഞ്ചസാര ഒഴിക്കുന്നു. അത് അതിന്റെ സിഗ്നേച്ചർ ക്രഞ്ചി ഗ്ലാസ് ടോപ്പിലേക്ക് വേഗത്തിൽ കഠിനമാക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. ജപ്പാനിൽ നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ പരീക്ഷിച്ചു നോക്കണം. ആദ്യം, നിങ്ങളുടെ സ്വന്തം ഭക്ഷ്യയോഗ്യമായ പോക്കിമോൺ
സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ജപ്പാനിൽ ഒരു ഡിറ്റോ ജെല്ലി മോൾഡ് ലഭിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ജ്യൂസ് ഒഴിച്ച് ഫ്രീസ് ചെയ്ത് സൂപ്പർ ജിഗ്ലിയും വർണ്ണാഭമായതുമായ ഒരു ട്രീറ്റ് ഉണ്ടാക്കുക. അടുത്തതായി ഈ അതുല്യമായ കഫേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡെസേർട്ട് വരക്കാം. നിങ്ങൾ സങ്കല്പിക്കുന്ന ഏത് ഡിസൈനിലും ബ്രഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവർ ഭക്ഷ്യയോഗ്യമായ പെയിന്റുകളുടെ ഒരു പാലറ്റും ഒരു വെളുത്ത കേക്ക് ക്യാൻവാസും നൽകുന്നു. അടുത്തതായി ജപ്പാനിൽ സങ്കീർണമായ പിങ്ക് ലാമ ഡിസൈനുകൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച ചില ക്രേപ്പുകൾ ഉണ്ട്. ഒരു പാചകക്കാരൻ പുതിയ പഴങ്ങളും ക്രീമും ഉപയോഗിച്ച് അടിസ്ഥാനം തയ്യാറാക്കുകയും അതിലോലമായ പുഷ്പം കൊണ്ട് മുകളിൽ ഒരു വിശദമായ മൃഗരൂപം വരയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി മധുരമുള്ള റൈസ് കേക്കിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനോഹരമായ യഥാർത്ഥ പൂക്കൾ ഉൾക്കൊള്ളുന്ന അർദ്ധസുതാര്യമായ മാവ് മൂച്ചി നിങ്ങൾക്ക് കാണാം. അടുത്തതായി പ്രാദേശിക തെരുവ് സ്റ്റാളുകൾ ഉരുകിയ മിഠായിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഇഷ്ടാനുസൃത രൂപകൽപ്പനയിലേക്കും മാറ്റും. ഉരുകിയ പഞ്ചസാര ഉപയോഗിച്ച് കലാകാരന്മാർ നിങ്ങളുടെ അഭ്യർത്ഥന കൈകൊണ്ട് വരയ്ക്കുന്നു. ഇത് വിശദമായതും ഭക്ഷ്യയോഗ്യവുമായ മധുരപലഹാര കലയിൽ കലാസൃഷ്ടി നൽകുന്നു. അടുത്തതായി ഈ സ്പെഷ്യാലിറ്റി മോച്ചി വൈറലായ ദുബായ് ചോക്ലേറ്റിന് ഒരു സവിശേഷ രൂപം നൽകുന്നു. പിസ്ത ക്രീമും ക്രഞ്ചി കാഡിഫിയും ഒരു പന്താക്കി മോൾഡ് ചെയ്തതിനു ശേഷം സമ്പന്നമായ ചോക്ലേറ്റ് മാവിൽ പൂശുന്നതിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത്. അവസാനമായി രുചികരമായ ക്രീമി സെന്റർ ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുതകരമായ മച്ച ലാവ കേക്ക് നിങ്ങൾക്ക് കണ്ടെത്താനാകും. കേക്ക് സിലിണ്ടറിൽ കട്ടിയുള്ള മച്ച ക്രീം നിറച്ചിരിക്കുന്നു, കൂടാതെ സിഗ്നേച്ചർ ടോസ്റ്റഡ് ക്രീം ബ്രൂലി ഗ്ലേസ് ഉപയോഗിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. ജപ്പാനിലെ ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദിവസം മനോഹരമാക്കും. ആദ്യം ജപ്പാനിലെ ഈ പ്രത്യേക കഫേയിൽ മാന്ത്രികത പോലെ തോന്നുന്ന ഒരു ഉത്സാഹഭരിതമായ മധുരപലഹാരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ ഡീറ്റെയിൽഡ് കഥാപാത്ര മുഖം വെളിപ്പെടുത്തുന്നതിന് അവർ ഒരു കറുത്ത ജെല്ലി മോൾഡിൽ പുതിയ പാൽ ഒഴിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് വളരെ ക്രഞ്ചിയും കഴിക്കാൻ രസകരവുമായ വലിയ എള്ള ഉരുളകൾ കണ്ടെത്താൻ കഴിയും. ചൂടുള്ള വെള്ള നിറത്തിൽ എള്ള കുഴമ്പ് കറക്കി ഒരു ഭീമൻ വായുസഞ്ചാരമുള്ള ഗോളമായി വികസിക്കുന്നതിലൂടെയാണ് ഇവ നിർമ്മിക്കുന്നത്. അടുത്തതായി നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള മൂച്ചയാണിത്. ഇത് ബഗ് ക്യാറ്റ് കപ്പുവിന്റെ ഒരു മിനിയേച്ചർ ഭക്ഷ്യയോഗ്യമായ പതിപ്പാണ്. അത് വലിച്ചു നീട്ടുന്നതും ചവയ്ക്കുന്നതും മനോഹരവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അടുത്തതായി ഐസ്ഡ് കോഫിയുടെ ഈ അതുല്യമായ പതിപ്പ് നിങ്ങളുടെ പാനീയം ഒരിക്കലും ചൂടാകാതിരിക്കാൻ ഉറപ്പാക്കുന്നു. ബാരിസ്റ്റകൾ പുതിയ കോഫി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു, തുടർന്ന് പാനീയം പൂർണ്ണമായും തണുപ്പിക്കുന്നതിനായി ഒരു വലിയ സോളിഡ് ഐസ് കട്ട ചേർക്കുന്നു. അടുത്തതായി പ്രാദേശിക ഡെസേർട്ട് ഷോപ്പുകളിൽ കാണപ്പെടുന്ന ഈ രുചികരമായ മ്ലോൺ ഐസ്ക്രീം നിങ്ങൾ പരീക്ഷിക്കണം. മനോഹരമായ ഒരു അവതരണത്തിനായി നേർത്തതും മനോഹരവുമായ സ്ട്രോണ്ടുകൾ സൃഷ്ടിക്കാൻ ഒരു പ്രസ് വഴി ഐസ്ക്രീം പിഴിഞ്ഞാണ് ഇത് തയ്യാറാക്കുന്നത്. അടുത്തതായി ജപ്പാനിലെ ഒരു ക്രിയേറ്റീവ് കഫേ ഡെസേർട്ട് പ്രേമികൾക്കായി ചോക്ലേറ്റ് സുഷി കണ്ടുപിടിച്ചു. അരിയോട് സാമ്യമുള്ള ഒരു ക്രഞ്ചി കട്ടിഫിയും പിസ്തയും മിശ്രിതം അവർ ഉപയോഗിക്കുന്നു. അതിനു മുകളിൽ ഒരു പ്രീമിയം ചോക്ലേറ്റ് ചേർക്കുന്നു. അവസാനമായി ജപ്പാനിലെ ഈ സ്ട്രോബെറി ഡെസേർട്ട് 3 ഐതിഹാസിക മധുരപലഹാരങ്ങൾ ഒരു മാസ്റ്റർ പീസായി വിദഗ്ധമായി സംയോജിപ്പിക്കുന്നു. വിപ്ഡ് ക്രീം സ്ട്രോണ്ടുകളും സ്ട്രോബെറി സോസും ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർ ഒരു സ്വിസ് റോളിൽ ഐസ്ക്രീം സ്ഥാപിക്കുന്നു. ജപ്പാനിലെ ഭക്ഷണങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കും. ഒന്നാമതായി ജപ്പാനിലെ ഈ ഷോൺ ദി ഷീപ്പ് കഫേ ഒറ്റപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമാണ്. ജീവനക്കാർ നിങ്ങളുടെ എതിർവശത്ത് ഒരു ഭീമാകാരമായ പ്ലഷ് ഇരിപ്പിടമൊരുക്കി നിങ്ങൾക്ക് വീട്ടിൽ തന്നെയാണെന്ന് തോന്നിപ്പിക്കാൻ ഷോൺ ദി ഷീപ്പ് തീമിൽ മനോഹരമായ ഭക്ഷണം വിളമ്പുന്നു. അടുത്തതായി ജപ്പാനിൽ തിരഞ്ഞെടുത്ത കഫേകളിൽ നിങ്ങൾക്ക് അവിശ്വസനീയമാമിതം ഭംഗിയുള്ള മുള്ളൻപന്നി ക്രേപ്പുകൾ കാണാം. ഓരോന്നും ഒരു പുതിയ ക്രേപ്പിൽ ക്രീം നിറച്ച് മുകളിൽ ഒരു മനോഹരമായ മുള്ളൻപന്നി ഡിസൈൻ പൈപ്പ് ചെയ്താണ് നിർമ്മിക്കുന്നത്. അടുത്തതായി ഈ കഫേയിൽ ഒരു ആകർഷകമായ മിസ്റ്റർ കിട്ടൺ ഡെസേർട്ട് വിളമ്പുന്നു. അത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. അച്ചുകളിൽ ചോക്ലേറ്റ് ക്രീമും കസ്റ്റാർഡും നിറച്ച് ചോക്ലേറ്റ് പാളിയിൽ പൊതിഞ്ഞ് മുഖത്ത് ശ്രദ്ധാപൂർവം പൈപ്പ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി ടോക്കിയോയിൽ ചലിക്കുന്ന റാമൻ വണ്ടികൾ തെരുവുകളിൽ അലഞ്ഞു നടന്ന് നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവർ നിങ്ങളുടെ പാത്രം സ്ഥലത്ത് തന്നെ ഫ്രഷ് ആയി തയ്യാറാക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഊഷ്മളവും ആശ്വാസകരവുമായ ഭക്ഷണം നൽകുന്നു. അടുത്തതായി ഈ റെസ്റ്റോറന്റ് 3 അടി ഉയരത്തിൽ വരെ നീളുന്ന വലിയ റെയിൻബോ സ്നോ കോണുകൾ സൃഷ്ടിക്കുന്നു. മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് ഷെഫ് അവരുടെ കൺമുന്നിൽ ഈ ഉയർന്ന വർണ്ണാഭമായ ട്രീറ്റ് നിർമ്മിക്കുന്നത് കാണുന്നു. അടുത്തതായി ജപ്പാൻ ഫിഷ് വാഫിളുകൾക്ക് പേരുകേട്ടതാണ്. അവ ജനപ്രിയവും രുചികരവുമായ ഒരു തെരുവ് ലഘുഭക്ഷണമാണ്. ബാറ്റർ മീൻ ആകൃതിയിലുള്ള ഒരു അച്ചിൽ ഒഴിച്ച് മുട്ട, ചീസ്, ഹാം എന്നിവ നിറച്ച് സ്വർണ്ണ നിറത്തിലേക്ക് മാറ്റുന്നു. അവസാനമായി ഈ അതിശയകരമായ മധുരപലഹാരം ജപ്പാനിലെ ഏറ്റവും മനോഹരമായ മധുരപലഹാരങ്ങളിൽ ഒന്നാണ്. വ്യക്തമായ ജെല്ലിയിൽ തിളക്കമുള്ള ഭക്ഷണ നിറങ്ങളുടെ തുള്ളികൾ ചേർത്ത് അതിലോലമായി ചുഴറ്റി ഒരു അത്ഭുതകരമായ സമുദ്രജല പ്രഭാവം സൃഷ്ടിക്കുന്നു. ജപ്പാനിലെ ഭക്ഷണങ്ങൾ നിങ്ങളുടെ വായിൽ വെള്ളമൂറാൻ സഹായിക്കും. ആദ്യം ജപ്പാനിലെ ജിഗ്ലി സ്ട്രോബെറി പാൻകേക്കുകൾ രുചികരവും മനോഹരവുമാണ്. ഫ്ലഫി ബാറ്റർ പൂർണ്ണതയിലേക്ക് പാകം ചെയ്ത് സമ്പന്നമായ സ്ട്രോബെറി സോസിൽ മുക്കി പുതിയ സ്ട്രോബെറി ഉപയോഗിച്ച് മുകളിൽ വെക്കുന്നു. അടുത്തതായി ജപ്പാനിൽ കാണപ്പെടുന്ന ഗ്ലേസ്ഡ് ബട്ടർ ബീൻ ബ്രെഡ് നിങ്ങൾ പരീക്ഷിക്കണം. ബ്രെഡ് ഒരു പാത്രത്തിൽ വെണ്ണയിൽ മുക്കി പഞ്ചസാരയിൽ പൊതിഞ്ഞ് ചുവന്ന ബീൻ പേസ്റ്റും കൂടുതൽ വെണ്ണയും നിറയ്ക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ക്രിസ്പിയാകുന്നതുവരെ ബേക്ക് ചെയ്യുന്നു. അടുത്തതായി ഈ മധുരപലഹാരം ഏതൊരു മധുരപലഹാര പ്രേമിയും പരീക്ഷിച്ചു നോക്കേണ്ട ഒന്നാണ്. ഒരു സമ്പന്നമായ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്ത് മിനുസമാർന്ന ചോക്ലേറ്റിലും ക്രഞ്ചി ഹാസൽനട്ടിലും ഉദാരമായി പൂശുന്നു. കുത്ത്. അടുത്തതായി സൂപ്പർ ചീസി ടക്കോയാക്കി ഈ ക്ലാസിക് ജാപ്പനീസ് സ്ട്രീറ്റ് ഫുഡിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. പുതിയ ഒരു ട്രേയിൽ ടക്കോയാക്കി മയോണൈസും ചീസ് ചീകി യോജിപ്പിച്ച് സ്വർണ്ണ നിറമാകുന്നതുവരെ ചുട്ടെടുക്കുന്നു.
അടുത്തതായി ഈ വലിയ വാഗ്യു സാൻഡോ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തൃപ്തികരമായ സാൻഡ്വിച്ചുകളിൽ ഒന്നാണ്. പ്രീമിയം വാഗ്യു ഗ്രിൽ ചെയ്ത് കട്ടിയുള്ള ടോസ്റ്റ് കഷ്ണങ്ങൾക്കിടയിൽ ധാരാളമായി അടുക്കി വച്ചിരിക്കുന്നതിനാൽ അവിശ്വസനീയമാംവിധം ചിയഞ്ഞ ഒരു കഷണം ലഭിക്കും. അടുത്തതായി ജപ്പാനിലെ ഏറ്റവും ജിഗ്ലിസ്റ്റ് മച്ച കേക്ക് കാണാൻ ഒരു കാഴ്ചയാണ്. ഫ്ലഫി മച്ച ബാറ്റർ ഒരു അച്ചിലേക്ക് ഒഴിച്ച് ഓരോ സ്പർശനത്തിലും ഇളകുന്നതുവരെ ചുട്ടെടുക്കുന്നു. ഒടുവിൽ ചോക്ലേറ്റ് സ്ട്രോബെറി ക്രേപ്പുകൾ അവസാനിപ്പിക്കാൻ പറ്റിയ മധുര പലഹാരമാണ്. ഒരു ചോക്ലേറ്റ് ക്രേപ്പിൽ ക്രീമും സ്ട്രോബെറിയും നിറയ്ക്കുന്നു. തുടർന്ന് കൂടുതൽ ക്രീമും പുതിയ സ്ട്രോബെറിയും ഒരു തുള്ളി ചോക്ലേറ്റ് സോസും ചേർത്ത് പൂർത്തിയാക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക.